ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട സഹോദരങ്ങളെ, കാനാ മുതൽ കാൽവരി വരെ എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവരെയും ഹൃദയംഗമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവിൻ്റെ മഹത്വമേറിയ അടയാളങ്ങളെ ധ്യാനിക്കുവാൻ, അവനോട് യാചിക്കുവാൻ, അതിൽ സജീവിത അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാനുള്ള വിലയേറിയ അവസരമാണ് കർത്താവിൻ്റെ അത്ഭുതങ്ങൾ വായിക്കുന്നതും ധ്യാനിക്കുന്നതും മനനം ചെയ്യുന്നതും മൂലം നമ്മൾക്ക് ലഭ്യമാകുന്നത്. കർത്താവിനെ സ്നേഹിക്കുന്നവൻ കർത്താവിൻ്റെ ശുശ്രൂഷകൾ ഏറ്റെടുക്കുവാൻ കടപ്പെട്ടവനാണ്. ഓരോ അത്ഭുതങ്ങളും നമ്മളുടെ മനസ്സിന് തരുന്ന സന്തോഷവും വെല്ലുവിളികളെ അതിജീവിക്കുവാൻ തരുന്ന ശക്തിയും നമ്മൾ കൂടുതലായി ധ്യാനിക്കണം. അത്ഭുതങ്ങളിലൂടെ നാം തന്നെ ഒരത്ഭുതമായി മാറി കർത്താവിൻ്റെ ഉത്തമ സാക്ഷികളും സേവകരുമായി മാറുവാൻ തക്കവണ്ണം ശ്രമിക്കണം. കർത്താവിൻ്റെ അത്ഭുതങ്ങളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം വ്യക്തമാകും. ആ അത്ഭുതങ്ങൾക്ക് സമയത്തിൻ്റെ പ്രസക്തിയില്ല, കാലത്തിൻ്റെ പ്രസക്തിയില്ല. അതിനപ്പുറമായ ചില ഉയർച്ച താഴ്ചകൾ അതിലുണ്ട്, വെല്ലുവിളികൾ അതിലുണ്ട്. ഓരോ അത്ഭുതങ്ങളും നമ്മളെ ഓരോ വെല്ലുവിളിയിലേക്കാണ് നയിക്കുന്നത്. കർത്താവിൻ്റെ ഓരോ അത്ഭുതവും ധ്യാനത്തിലേക്കും പ്രാർത്ഥനയിലേക്കും നമ്മെ നയിക്കുന്നു. എൻ്റെ കർത്താവ് ഓരോ അത്ഭുതവും ചെയ്തപ്പോൾ അവൻ്റെ മനസ്സ് നിറഞ്ഞതും അതുമൂലം അവൻ ഏറ്റുവാങ്ങിയതുമായ നൊമ്പരങ്ങൾ, നിന്ദകൾ, ഇതൊക്കെ ധ്യാനിക്കുവാനുള്ള അവസരമായി അത്ഭുതങ്ങളെ പറ്റിയുള്ള പഠനം നാം ഏറ്റെടുക്കണം. ഇന്നത്തെ ഈ ദിവസം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 2 മുതൽ 9 വരെയുള്ള വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ശ്രേഷ്ഠമായ ഒരു അത്ഭുതമാണ് നമുക്ക് ധ്യാനിക്കുവാനായിട്ടുള്ളത്. എന്നാൽ 38 വർഷമായി രോഗം ബാധിച്ചിരുന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ കിടക്കുന്നത് യേശു കണ്ടു. അവനിങ്ങനെ വളരെ കാലമായി കിടക്കുന്നു എന്ന് മനസ്സിലാക്കി. സൗഖ്യം പ്രാപിക്കുവാൻ നിനക്ക് ആഗ്രഹമുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. രോഗി അവനോട്, യജമാനനെ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലിറക്കുവാൻ എനിക്ക് ആരുമില്ല. ഞാൻ ചെല്ലുമ്പോഴേക്കും മറ്റൊരുവൻ എനിക്ക് മുമ്പായി ഇറങ്ങും എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് നടക്കുക എന്ന് പറഞ്ഞു. ഉടനെ ആ മനുഷ്യൻ സൗഖ്യം പ്രാപിച്ചു. അവൻ കിടക്കയെടുത്ത് നടന്നു. എന്നാൽ അന്ന് ശാബത്തായിരുന്നു. ഈ വേദഭാഗത്തിൽ നാം കാണുന്ന അത്ഭുതം 38 വർഷമായി ബേഥസ്ത എന്ന കുളക്കരയിൽ തളർന്നു കിടന്ന മനുഷ്യന് കർത്താവ് കൊടുത്ത ഒരു സൗഖ്യമാണ്. ബേഥസ്ത എന്ന കുളക്കര പേരുകൊണ്ട് ഈ എബ്രായ നാമം നമുക്ക് വളരെ പരിചിതമാണ്. ആ കുളക്കരയിൽ ഈ ക്ഷീണിതനായ മനുഷ്യൻ തളർന്നു കിടക്കുന്നു. അവനൊരു വിശ്വാസത്തോടെയാണ് അവിടെ വന്ന് കിടക്കുന്നത്. ആ കുളക്കരയിൽ ഒരത്ഭുതമുണ്ട്. ഓരോ സമയം കഴിയുന്തോറും ആ കുളത്തിലൊരു ദൂതനിറങ്ങി ആ കുളം കലക്കും. ആരാണോ ആദ്യം ആ കുളത്തിലിറങ്ങുന്നത് അവന് സൗഖ്യം കിട്ടും. എന്നാൽ തളർന്നു കിടന്ന ഈ മനുഷ്യനെ ആരോ ആ കുളക്കരയിൽ എത്തിച്ചു. എന്നാൽ ഇന്നേ വരെ അവന് 38 വർഷമായിട്ടും കുളക്കരയിൽ ഇറങ്ങുവാൻ, കുളത്തിനുള്ളിലേക്ക് ഇറങ്ങുവാൻ സാധിച്ചില്ല. അവൻ ചെല്ലുന്നതിന് മുൻപ് തന്നെ ആരെങ്കിലും കുളത്തിലിറങ്ങിയിരിക്കും. അതുകൊണ്ട് അവന് 38 വർഷമായിട്ടും സൗഖ്യം കിട്ടിയില്ല. യേശു തമ്പുരാൻ തൻ്റെ മനുഷ്യാവതാര ശുശ്രൂഷ സമയത്ത് ഈ കർമ്മം അറിഞ്ഞു. യേശു തമ്പുരാൻ്റെ മനുഷ്യാവതാര കാലം 33 വർഷമാണ്. ഈ മനുഷ്യൻ കുളക്കരയിൽ തളർന്നു കിടന്നത് 38 വർഷം. യേശുവിനെ കണ്ട് മനസ്സലിഞ്ഞ്, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ, എനിക്ക് മനസ്സുണ്ടെങ്കിലും ഞാൻ ഇറങ്ങുന്നതിന് മുൻപ് ആരെങ്കിലും ഇറങ്ങുമെന്ന് ആ മനുഷ്യൻ തൻ്റെ ബലഹീനത കർത്താവാണെന്നറിയാതെ അവനെ അറിയിക്കുകയാണ്. യേശു മനസ്സലിഞ്ഞ് അവനെ സൗഖ്യമാക്കി. എന്നാൽ ഈ സൗഖ്യം പോലും യഹൂദന്മാർക്ക് കർത്താവിനെ നിന്ദിക്കുവാനും ദുഷിക്കുവാനുമുള്ള ഒരു മാർഗമായി പരിണമിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. യേശുവാണ് തനിക്ക് സൗഖ്യം നൽകിയത് എന്ന് അറിയാതെ തന്നെ ആ മനുഷ്യൻ സൗഖ്യം പ്രാപിച്ചു. ദൈവം അവനോട് പറയുന്നു, നീ കിടക്കയെടുത്ത് പോകാം. കഫർന്നഹൂമിൽ വെച്ച് യേശു തമ്പുരാൻ തളർവാദിയെ സൗഖ്യമാക്കിയപ്പോഴും അവനോട് പറഞ്ഞതും നീ കിടക്കയെടുത്ത് പോക എന്ന. ഇവിടെ ബേഥസ്ത കുളക്കരയിൽ കിടക്കുന്ന രോഗിയോടും സൗഖ്യം കിട്ടിയപ്പോൾ തമ്പുരാൻ പറഞ്ഞത് നീ കിടക്കയെടുത്ത് പോക എന്ന. ആട്ടിൻവാതിലിലുള്ള ഈ കുളത്തെപ്പറ്റി ഒരുപാട് പാരമ്പര്യങ്ങളുണ്ട്. അതിശയങ്ങളും അതിശയോക്തികളും ഒരുപാടുണ്ട്. ഈ കിടന്ന
കുളത്തിന്, ഈ രോഗി കിടന്ന കുളത്തിന് അത്ഭുതകരമായ ചില കാര്യങ്ങൾ ചെയ്യുവാൻ തക്കോണമുള്ള കാരണങ്ങളുമുണ്ട്. യഹൂദന്മാരുടെ ഒരു പാരമ്പര്യം ഏദൻ തോട്ടത്തിൻ്റെ മധ്യഭാഗത്ത് നിന്നിരുന്ന മരത്തിൻ്റെ ഒരംശം ഈ കുളത്തിൽ വന്നു പെട്ടുവെന്നും അതിൽ നിന്നും പുറപ്പെട്ട ആ ഒരു അത്ഭുതം, ആ ഒരു ഔഷധശക്തി രോഗകാരണമായി പരിണമിച്ചുവെന്നുമാണ് അവർ പാരമ്പര്യമായിട്ട് വിശ്വസിച്ചിരുന്നത്. ഇറങ്ങിക്കലക്കിയ ദൂതനെപ്പറ്റി വേദപണ്ഡിതന്മാർക്ക് പല വ്യാഖ്യാനങ്ങളാണ് ഉള്ളത്. ദൈവമേൽപ്പിച്ച ഈ ദൂതൻ ഒരു അരുളപ്പാടോടുകൂടിയ ദിവ്യശക്തിയോടുകൂടിയ ഒരു ദൂതനായിരുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. പ്രത്യേകിച്ച് പ്രത്യേകമായ സിദ്ധി വൈഭവത്തോടുകൂടിയ സ്വർഗീയ ദൂതൻ എന്നുള്ളതിനേക്കാൾ ഉപരിയായി കാലാകാലങ്ങളായി സൗഖ്യത്തിനു വേണ്ടി കൊടുക്കുവാൻ തക്കവണ്ണം നിയോഗിക്കപ്പെട്ട വിശ്വസ്തനായ ഒരു കാര്യവിചാരകനെന്നുമുള്ള വ്യാഖ്യാനം അതിന് കൊടുത്തിട്ടുണ്ട്. വ്യാഖ്യാനങ്ങൾ എന്തുവാണെങ്കിലും ഇറങ്ങി വെള്ളം കലക്കിയ ദൂതന് പോലും 38 വർഷമായി തളർന്നു കിടക്കുന്ന ഈ രോഗിയെപ്പറ്റി ഒരു മനോഭാവം തോന്നിയില്ല. അവൻ ഇത്ര നാളായി കിടന്നു എന്നുള്ളതിനെക്കുറിച്ച് തോന്നിയില്ല എന്നുള്ളത് ഒരു വലിയ ചിന്താഗതിയാണ്. പ്രത്യേകിച്ച് നമ്മളൊക്കെ സൗഖ്യത്തിനു വേണ്ടിയും സന്തോഷത്തിനു വേണ്ടിയും കയറിയിറങ്ങി നടക്കുന്ന ഒരുപാട് പടിവാതിലുകളുണ്ട്. ആ പടിവാതിലുകൾ ഇതുവരെയും നമ്മുടെ നേരെ തുറന്നിട്ടില്ല. നമ്മളെക്കാൾ മിടുക്കന്മാർ പലപ്പോഴും കാര്യങ്ങൾ സാധിച്ചുകൊണ്ട് പോയിട്ടുമുണ്ട്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നിങ്ങളും ഞാനും ഒക്കെ ജീവിക്കുമ്പോൾ ദൈവ തിരുമുഖത്തേക്ക് നോക്കണം, പ്രതീക്ഷാ നിർഭരരായി ജീവിക്കണം. ഇതിലൂടെ വെളിവാകുന്ന ആത്മീക ശക്തി, ആത്മീക ചിന്ത എന്തെന്ന് ധ്യാനിക്കണം. അതിനുള്ള ഒരു അവസരമായി ഇന്നത്തെ ഈ അത്ഭുത സംഭവത്തിൻ്റെ വ്യാഖ്യാനങ്ങളും അതിൻ്റെ വിചിന്തനങ്ങളും ദൈവം നമുക്ക് മാറ്റിത്തരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ബേഥസ്ദാ കുളക്കരയിൽ 38 വർഷമായി തളർന്നു കിടക്കുന്ന ആ രോഗബാധിതനായ മനുഷ്യനിലേക്ക് ധ്യാനത്തോടും പ്രാർത്ഥനയോടും നമുക്കൊന്ന് നോക്കാം. 38 വർഷമെന്ന് പറയുന്നത് ഒരു ചുരുങ്ങിയ കാലമല്ല. ഒരു കാര്യസാധ്യത്തിന് വേണ്ടി, സൗഖ്യത്തിന് വേണ്ടി 38 വർഷമായി ഒരു പടിയിൽ, ഒരു വാതിലിൽ, ഒരു കുളക്കരയിൽ അവൻ കിടക്കുകയാണ്. ഈ മനുഷ്യന് ലഭ്യമായ ആ സമയത്തെ ശുശ്രൂഷയെപ്പറ്റിയൊക്കെ ചില വ്യാഖ്യാനങ്ങളുണ്ട്. ഈ മനുഷ്യൻ മാത്രമല്ല, 5 വാതിലുകളുള്ള മണ്ഡപമുള്ള ആട്ടുവാതിൽക്കൽ ഒരുപാട് രോഗികൾ വന്നു കിടപ്പുണ്ട്. എന്നാൽ ഇവനോളം പഴക്കമുള്ള രോഗി അവിടെ ഇല്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായ സംഗതി. ദീർഘനാളായി അവൻ ആ പടിവാതിൽ തന്നെ കിടക്കുകയാണ്. അപ്പോൾ വേഗത്തിൻ്റെ കാര്യത്തിൽ അവൻ പിന്നാക്കമാണ്. മറ്റുള്ളവരൊക്കെ അവനേക്കാൾ വേഗത്തിൽ ആ കുളത്തിൽ പലപ്പോഴും ഇറങ്ങിയിട്ടുണ്ട്. ഇവന് മാത്രം അതിന് സാധിച്ചിട്ടില്ല. 38 വർഷമായി കിടക്കുന്ന അവൻ്റെ ദൈന്യത, ദീനഭാവം, ദയനീയഭാവം അതൊക്കെ അവൻ്റെ മുഖത്ത് സ്ഫുരിക്കുന്നുണ്ട്. അവൻ പലരോടും കെഞ്ചിക്കാണും, എന്നെ ഒന്ന് ഇറക്കണം. ചില മിടുക്കന്മാർ അന്നേ പെട്ടെന്ന് തന്നെ വന്ന് അതിവേഗത്തിൽ കുളത്തിലിറങ്ങി സൗഖ്യം പ്രാപിച്ച് പോയിട്ടുമുണ്ട്. ഈ അത്ഭുത സംഭവം വായിച്ചപ്പോൾ മനസ്സിൽ തോന്നിയൊരു കാര്യം, എന്തുവാണെങ്കിലും കുളത്തിലിറങ്ങിയവരൊക്കെ സൗഖ്യം പ്രാപിച്ചിട്ടുണ്ട്. എന്നാൽ ആ സൗഖ്യം പ്രാപിച്ച ഒരുവൻ പോലും ഈ മനുഷ്യനെ ഒന്ന് കുളത്തിലിറക്കുവാൻ താല്പര്യം കാണിച്ചില്ല എന്നുള്ളത് വിധിവൈപരീത്യമാണ്. അതേ സഹോദരങ്ങളെ, നമ്മൾക്കൊക്കെ നമ്മുടെ കാര്യങ്ങളിൽ മാത്രമേ പ്രത്യേക ശ്രദ്ധയുള്ളൂ. മറ്റുള്ളവരുടെ കാര്യം നോക്കുവാൻ നമുക്ക് താല്പര്യമില്ല. രോഗികളായിട്ടും ദുഃഖിതരായിട്ടും ഒക്കെ ആയിരിക്കുമ്പോൾ മറ്റുള്ളവരുടെ സഹായവും പിന്തുണയും ഒക്കെ നേടാൻ നമ്മളൊക്കെ പലപ്പോഴും താല്പര്യം കാണിക്കുന്നുമുണ്ട്. എന്നാൽ സൗഖ്യം കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് മറ്റുള്ളവരെക്കുറിച്ചൊന്നും ശ്രദ്ധിക്കാനോ സഹായിക്കാനോ നമ്മൾ മുൻപോട്ട് വരുന്നില്ല. ഇത് 2000 വർഷങ്ങൾക്ക് മുൻപ് നടന്നൊരു സംഭവമാണ്. കർത്താവിൻ്റെ മനുഷ്യാവതാര കാലത്ത് നടന്ന സംഭവമാണ്. അന്നത്തെയും ഇന്നത്തെയും ആളുകളുടെ മനോഭാവത്തിൽ വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. ഞാൻ ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ ആ വെള്ളം കലക്കിയ ദൂതന് പോലും ഈ തളർന്നു കിടക്കുന്ന മനുഷ്യനെക്കുറിച്ച് ഒന്നും പറയാനോ ശ്രദ്ധിക്കാനോ തോന്നിയിട്ടില്ല. വെള്ളം കലക്കുന്നതിന് മുൻപ് ഇപ്രാവശ്യം ഞാൻ കുളം കലക്കുന്നത് ഈ 38 വർഷമായി തളർന്നു കിടക്കുന്ന രോഗിക്ക് വേണ്ടിയാണെന്ന് പറയാൻ ദൂതൻ പോലും തയ്യാറായില്ല.
അല്ലെങ്കിൽ ഞങ്ങളെക്കാൾ ഒരുപാട് നാളുകൾക്ക് മുൻപ് ഇവിടെ തളർന്നു കിടക്കുന്ന ഈ മനുഷ്യൻ ആദ്യം ഇറങ്ങട്ടെ, നമുക്കൊരുമിച്ച് കഴിയുന്ന രീതിയിൽ അവനെ പിടിച്ചിറക്കാമെന്ന് ചിന്തിക്കാൻ ഒരു വ്യക്തിക്കും തോന്നിയുമില്ല. മനുഷ്യൻ എപ്പോഴും അങ്ങനെ, കാലവും ദേശവും ഒക്കെ വിട്ടാലും നമ്മളൊക്കെ സ്വാർത്ഥരാ. ഏത് രീതിയിലും നമ്മളുടെ കാര്യങ്ങൾ നേടാൻ നമ്മൾ മുൻപന്തിയില്ല. എന്നാൽ കാര്യങ്ങളൊക്കെ നേടിക്കഴിയുമ്പോൾ അങ്ങനെ ഒരു കാര്യം നേടി നടന്നു എന്ന് ചിന്തിക്കാൻ പോലും നമ്മൾക്ക് താല്പര്യമില്ല. ഈ തളർവാദി 38 വർഷമായി തളർന്നു കിടന്നവൻ, ബേതസ്ത കുളക്കരയിലെ തളർവാദി നേരിട്ട മനോഭാവം അതുതന്നെ. അവനെ സംബന്ധിച്ചിടത്തോളം കിടന്ന് പുറം മരയിച്ച് കാണും. പ്രത്യേകിച്ച് കുളത്തിൻ്റെ കരയിൽ രോഗസൗഖ്യം പ്രതീക്ഷിച്ച് കഴിയുന്നവർക്ക് ഭക്ഷണം കൊടുക്കുന്നതിനെ പറ്റിയുള്ള പാരമ്പര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. പ്രത്യേകിച്ച് യഹൂദന്മാരുടെ ഇടയിൽ അവരുടെ പ്രമാണങ്ങളോട് ബന്ധപ്പെടുത്തി ദശാംശങ്ങൾക്ക് തുല്യമായി, നേർച്ച കാഴ്ചകളായി, പെരുന്നാൾ ആഘോഷങ്ങളുടെ സമയത്ത് ഒക്കെ ആളുകൾ ഭക്ഷണം കൊടുക്കാറുണ്ട്. ആ ഭക്ഷണം കൊടുത്തവർക്ക് പോലും, അല്ലെങ്കിൽ വിധി പ്രമാണങ്ങൾ നിലനിർത്തിയ പൗരോഹിത്യ വർഗത്തിന് പോലും ഈ മനുഷ്യനെക്കുറിച്ച് ഒന്നും തോന്നിയില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെയാണ് സഹോദരങ്ങളെ. ചിലപ്പോൾ ചെയ്യേണ്ടവരൊന്നും നമുക്ക് ഒന്നും ചെയ്തെന്ന് വരത്തില്ല. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വർഷങ്ങൾ കടന്നു പോയിട്ടും വരാം. 38 വർഷം എന്ന് പറയുമ്പോൾ 38 × 365 ദിവസം, എത്രത്ര ദിവസങ്ങളായി. മണിക്കൂർ നോക്കിയാൽ എത്രത്ര മണിക്കൂറുകളായി. മിനിറ്റുകൾ നോക്കിയാൽ എത്രത്ര മിനിറ്റുകളായി. സഹോദര സഹോദരി, അവൻ്റെ രാവും പകലും, 38 വർഷത്തെ രാവും പകലും ഒക്കെ ആ കുളക്കര തന്നെയായിരുന്നു. ആ കുളക്കരയുടെ ഒരു സന്തത സഹചാരിയായി അവൻ മാറ്റപ്പെട്ടു. അതുകൊണ്ട് തന്നെ അവൻ അതുമായിട്ടൊരു പ്രത്യേകമായ അടുപ്പം അവൻ പാലിച്ചു. അവന് തന്നെ സൗഖ്യം പ്രാപിക്കാനുള്ള താല്പര്യം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഇവിടുത്തെ യാഥാർത്ഥ്യം. അവൻ കർത്താവിനോട് പറഞ്ഞ വാചകം, കർത്താവേ, എന്നെ ഇറക്കാൻ ആരുമില്ല, ഞാൻ ഇറങ്ങാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ചിലപ്പോഴൊക്കെ നമ്മളൊക്കെ ഇങ്ങനെയാണ്. ഒരുപക്ഷെ ഇവൻ ആദ്യം ആ കുളക്കരയിൽ വന്നപ്പോൾ എങ്ങനെങ്കിലും ഇറങ്ങണമെന്നൊക്കെ ഒരുപാട് ചിന്തിച്ച് കാണും. വേഗത്തിൽ ഇറങ്ങണമെന്ന് ചിന്തിച്ച് കാണും. എല്ലാവരേക്കാളും മുമ്പ് സൗഖ്യം പ്രാപിച്ചു പോകണമെന്ന് ചിന്തിച്ച് കാണും. ദിനങ്ങളും വർഷങ്ങളും കഴിഞ്ഞപ്പോൾ ആ ഒരു തീവ്രത അവനിൽ നിന്ന് തന്നെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അവൻ അവിടെ കിടക്കുകയാണ്. നമുക്കും ഇതുപോലൊക്കെ തന്നെ ചില പ്രത്യേക കാര്യങ്ങളിൽ നിന്നൊക്കെ വിടുതലും വിമോചനവും നേടണമെന്നൊക്കെ നമുക്ക് താല്പര്യമുണ്ട്. ചിലതിനെയൊക്കെ തോൽപ്പിക്കണമെന്നും താല്പര്യമുണ്ട്. ആസക്തികളെ തോൽപ്പിക്കണമെന്നും ചിന്താധാരകളെ തോൽപ്പിക്കണമെന്നും പുതിയ സൃഷ്ടിയാകണമെന്നും ഒക്കെ നമുക്ക് ഒത്തിരി താല്പര്യമുണ്ട്. പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ആ വിജയിക്കുവാനുള്ള ഒരു, നേടാനുള്ള ഒരു താല്പര്യം നമ്മൾ അറിയാതെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നഷ്ടപ്പെടുത്തുക മാത്രമല്ല, ഇങ്ങനെ അങ്ങ് പോയാൽ മതി. യേശു അവന് സൗഖ്യം കൊടുത്തില്ലായിരുന്നുവെങ്കിൽ അവൻ ഇനിയും ഒരു 10 വർഷം കൂടി 20 വർഷം കൂടി അവിടെ കിടന്നാലും അവിടെ തന്നെ കിടന്നു പോയേനെ. അല്ലെങ്കിൽ രക്ഷപ്പെടണം, സൗഖ്യമാകണമെന്നുള്ള അമിതമായ അഭിവാഞ്ച ഉണ്ടായിരുന്നുവെങ്കിൽ അവൻ എങ്ങനെങ്കിലും ആ കുളത്തിലിറങ്ങുവാൻ തക്കവണ്ണം അലറി വിളിച്ചാണെങ്കിലും മറ്റുള്ളവരുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചാണെങ്കിലും തയ്യാറായേനെ. ഇപ്പോൾ അവന് തന്നെ താല്പര്യമില്ല. രോഗിക്ക് സൗഖ്യമാകണമെന്ന് സ്വയം താല്പര്യം പോലും നഷ്ടപ്പെട്ടപ്പോഴാണ് യേശു തമ്പുരാൻ കടന്നു ചെല്ലുന്നത്. നമ്മളൊക്കെ നേരിടുന്ന അനുദിന ജീവിതത്തിലെ വെല്ലുവിളികളിലും പരാജയങ്ങളിലുമൊക്കെ ഇതൊക്കെ തന്നെ നിലനിൽക്കുന്നുണ്ട്. സ്റ്റോക്ക്ഹോം സിൻഡ്രോം എന്ന് പറയുന്ന ഒരു സൈക്കോളജിക്കൽ പ്രോബ്ലത്തെ പറ്റി മനഃശാസ്ത്രജ്ഞന്മാർ പഠിപ്പിക്കുന്നുണ്ട്. സ്വീഡൻ്റെ തലസ്ഥാനമാണ് സ്റ്റോക്ക്ഹോം എന്ന് പറയുന്നത് എന്ന സ്ഥലം. ഒരിക്കൽ അവിടെ ഒരു ബാങ്കിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന കുറേ ജീവനക്കാരെ കുറേ കൊള്ളക്കാർ വന്ന് കീഴ്പ്പെടുത്തി അവരെ അടിമകളാക്കി പിടിച്ചു വെച്ചു. അവരുടേതായിട്ടുള്ള ചില നിബന്ധനകൾ പാലിക്കാതെ ഇവരെ സ്വതന്ത്രരാക്കില്ല എന്ന് കൊള്ളക്കാരെ വാശി പിടിച്ചു. ഈ കൊള്ളക്കാരിൽ നിന്ന് ജീവനക്കാരെ രക്ഷപ്പെടുത്തുവാൻ തക്കവണ്ണം പോലീസും പട്ടാളവും ഒക്കെ വളരെ പരിശ്രമിക്കുകയായിരുന്നു. എന്നാൽ 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ കൊള്ളക്കാരും ഈ ജീവനക്കാരും തമ്മിൽ ഒരു പ്രത്യേകമായ അടുപ്പം മെയിൻറ്റെയിൻ ചെയ്തു. ജീവനക്കാർക്ക് രക്ഷപ്പെടണമെന്നുമില്ല, കൊള്ളക്കാർക്ക് അവരിലെ വിട്ടു പോകണമെന്നുമില്ല. എന്നാൽ പുറമേ നോക്കുമ്പോൾ കൊള്ളക്കാരവരെ കീഴ്പ്പെടുത്തി വെച്ചേക്കുക.
കൊള്ളക്കാരുടെ സാമീപ്യം കൊണ്ട്, അവരുടെ വാക്കുകൾ കൊണ്ട് കീഴ്പ്പെടുത്തപ്പെട്ടവർക്ക് അവരോട് തോന്നിയ ഒരു പ്രത്യേക മനോഭാവമുണ്ട്. ഈ ഒരു മനോഭാവത്തോടു കൂടി അവർ കുറേ ദിവസം അവരോടൊപ്പം സന്തോഷത്തോടെ ജീവിച്ചു. ഇങ്ങനെ വളർന്നു വരുന്ന മനോഭാവത്തിനാണ് പിന്നീട് മനഃശാസ്ത്രജ്ഞന്മാർ സ്റ്റോക്ക്ഹോം സിൻഡ്രോം എന്ന പേരിട്ട് വിളിച്ചത്. നമ്മുടെ ജീവിതത്തിലുമൊക്കെ ഇതില്ലേ? ആദ്യം നമ്മളൊക്കെ ചിലതിനെയൊക്കെ ഒത്തിരി എതിർത്തിട്ടുണ്ട്. പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ അടിമയായാലും വേണ്ടില്ല, അതുമായിട്ട് ബന്ധപ്പെട്ടങ്ങ് പോകുകയാണ്. മറ്റുള്ളവർ നോക്കുമ്പോൾ നമ്മൾ രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ രക്ഷപ്പെടാനുള്ള താല്പര്യമേ ഇല്ല, അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തു പോകുകയാണ്. 38 വർഷം കുളക്കരയിൽ കിടന്നവൻ്റെ മനോഭാവവും ചിന്താഗതികളും സഹോദരങ്ങളെ അങ്ങനായി. അവൻ്റെ സ്വപ്നത്തിൽ, അവൻ്റെ മനോഭാവത്തിൽ ഇപ്പോൾ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ആ ബേതസ്ത കുളക്കര അതവൻ്റെ ഇരിപ്പിടമായി, അവൻ്റെ കിടപ്പിടമായി, അവൻ്റെ അഡ്രസ്സായി. സഹോദരങ്ങളെ, ചിലരെ സംബന്ധിച്ചിടത്തോളം ചില മേഖലകളിൽ നിന്ന് മാറാൻ ആഗ്രഹിക്കുന്നതേയില്ല. അവിടെ നിന്ന് പോയാലേ അവർ രക്ഷപ്പെടുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിനുവേണ്ടിയൊക്കെ ഒത്തിരി പരിശ്രമിക്കണം. പക്ഷേ ആ പരിശ്രമിക്കാനുള്ള താല്പര്യം നമ്മളായിട്ട് തന്നെ നഷ്ടപ്പെടുത്തുകയാണ്. എന്നിട്ട് നമ്മൾ രക്ഷപ്പെടുന്നില്ല എന്ന് പരാതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മുപ്പത്തെട്ട് വർഷം കൊളക്കരയിൽ രോഗി കിടന്നെങ്കിൽ ആ രോഗി രക്ഷപ്പെടാൻ തക്കോണമുള്ള താല്പര്യം പോലും നഷ്ടപ്പെട്ട് പരാതിയും പരിഭവം മാത്രം പറഞ്ഞ് എന്നെ ഇറക്കാൻ ആരുമില്ല എന്ന് മാത്രം പറഞ്ഞ് അവിടെ കിടക്കുകയാണ്. അതിൽ പോലും അവനൊരു സന്തോഷമായി. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലും ഇതുപോലൊക്കെ തന്നെ ചില കാര്യങ്ങളിൽ ഇന്നും നമുക്ക് സന്തോഷമാണ്, ഇന്നും നമുക്ക് സംതൃപ്തിയാണ്. അതൊക്കെ മതി, ഞാൻ ഇങ്ങനെയൊക്കെ അങ്ങ് പൊയ്ക്കൊള്ളാം. നീ ഇങ്ങനെയൊക്കെ പോകാൻ വേണ്ടിയല്ല ദൈവം നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒളിച്ചിരിക്കുവാനല്ല. നിന്റെ കഴിവിൻ്റെ ആ വ്യാപ്തി മറച്ചു വെച്ച് ഞാൻ ഇവിടെ തന്നെ കഴിഞ്ഞുകൊള്ളാം, എനിക്കിത് മതി എന്ന് ചിന്തിക്കുവാനല്ല ദൈവം നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്. മറിച്ച് ദൈവം നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് സ്വാതന്ത്ര്യത്തോടും ആരോഗ്യത്തോടും കൂടി പോകുവാനാണ്. ഒരുപക്ഷെ നമ്മൾ തന്നെ ചിന്തിക്കണം, ആ തളർവാദിക്ക് തളർവാദിയായിട്ട് തന്നെ ജീവിക്കാം. 38 വർഷം ജീവിച്ചില്ലേ ആ കുളക്കരയിൽ തന്നെ. അതിനു മുൻപും അവൻ ജീവിച്ചു കാണും, ഇനിയും അതിനുശേഷവും അവന് അങ്ങനെ തന്നെ ജീവിക്കാം. പക്ഷേ ദൈവം ആഗ്രഹിക്കുന്നത് അങ്ങനല്ല. നിന്നെ ഒരു തളർവാദിയായി ദീർഘനാൾ ഇട്ടേച്ച് ആ രീതിയിൽ നിന്നെ ഒരു ഭിക്ഷാദേഹിയായി ഉപേക്ഷിച്ചിട്ട് പോകുവാനല്ല എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം ആഗ്രഹിക്കുന്നത് നീ ഇവിടെ നിന്നും പുതിയ സ്ഥലത്തേക്ക് പോകണം, ആരോഗ്യത്തോട് പോകണം, കിടക്കെടുത്തുകൊണ്ട് പോകണം. ആ ഒരു നല്ല ചിന്താഗതി ദൈവത്തിനുണ്ട്. ആ ദൈവത്തെ ഹൃദയംഗമായിട്ട് അറിയുവാനും പിൻപറ്റുവാനും നമ്മൾക്ക് സാധിക്കണം. അതുകൊണ്ട് പാട്ടുകാരൻ പാടിയിരിക്കുന്ന പാട്ടുപോലെ, എൻ്റെ നിത്യസ്നേഹിതന്മാർ ദൈവദൂത സംഘമത്രേ, ഇപ്പോഴവർ ദൈവ മുൻപിൽ സേവയാം. എന്നെ കാവൽ ചെയ്തു ശുശ്രൂഷിപ്പാൻ വന്നിടും, എന്നെ കാവൽ ചെയ്തു ശുശ്രൂഷിപ്പാൻ വന്നിടും. സഹോദരങ്ങളെ, ഇവിടെ കുളത്തിലിറങ്ങി കലക്കുന്നത് ഒരു ദൂതന. പാരമ്പര്യത്തോടും വിശ്വാസത്തോടും ഒക്കെ ചേർന്ന് വ്യാഖ്യാനങ്ങൾ കൊടുത്തിട്ടുള്ള ഒറ്റ ദൂതൻ. എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു ദൂതൻ മാത്രമേ ഉള്ളൂ പ്രിയമുള്ളവരെ. കോടാനുകോടി ദൂതന്മാരുണ്ട്, കാവൽ മാലാകമാരുണ്ട്, സന്തോഷത്തിൻ്റെ ദൂതന്മാരുണ്ട്, സ്വർഗത്തിൽ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ദൂതന്മാരുണ്ട്. യാക്കോബ് ബേഥേലിൽ വെച്ച് കണ്ടതുപോലെ, പെനിയേലിൽ വെച്ച് കണ്ട സ്വപ്നം പോലെ സ്വർഗത്തിൽ നിന്ന് കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ദൂതന്മാർ, യാക്കോബ് മല്ല് പിടിച്ച ദൂതന്മാർ. ചിലപ്പോൾ ചില ദൂതന്മാരൊക്കെ അങ്ങനെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, നമ്മൾ തളർന്നു കിടക്കുന്നത് ഒന്നും കണ്ടെന്ന് വരികയില്ല. വേഗത്തിൽ ഇറങ്ങുന്നവർക്ക് സൗഖ്യം കൊടുക്കുമെന്ന് നമുക്ക് തോന്നിപ്പോകും. നീ വിശ്വാസത്തിൽ മല്ല് പിടിക്കണം. നിനക്ക് ഇസ്രായേൽ എന്നുള്ള പേര് കിട്ടണം. യാക്കോബിന് ഉബായ് എന്നർത്ഥമുള്ള പേരോടുകൂടിയ യാക്കോബിന് ദൈവം ആ മാലാഖയോട് മല്ല് പിടിച്ച് ജയിച്ചത് മൂലം ഇസ്രായേൽ എന്ന പേര് കൊടുത്തെങ്കിൽ, ഉബായ് എന്നുള്ളതിൽ നിന്നും ദൈവത്തിൻ്റെ പടയാളി എന്നുള്ള പേര് കൊടുത്തെങ്കിൽ, പ്രിയമുള്ളവരെ,
ഇറങ്ങി വരുന്ന ദൈവ സാമീപ്യമുള്ള ദൈവ പ്രകാശം വഹിക്കുന്ന കോടാനുകോടി ദൂതന്മാരെ കാണണം. 6 ചിറകുകളുള്ള ദൂതന്മാർ, ശക്തന്മാരായിട്ട് പോലും ദൈവത്തിൻ്റെ മുൻപാകെ നേരിട്ട് നിൽക്കുവാൻ തക്കവണ്ണം മടി കാണിക്കുന്ന, ഭയന്നു വിറയ്ക്കുന്ന ദൂതന്മാർ. അവരൊക്കെ സേവകാത്മാക്കളാണ്. ദൈവം കൽപ്പിച്ചാക്കിയ സേവകാത്മാക്കളാണ്. എൻ്റെ ദൈവം നമ്മളെയൊക്കെ നടത്തുന്നത്, ഒരു ദൂതൻ എനിക്ക് വേണ്ടി വെള്ളം കലക്കുമ്പോൾ എന്നെ രക്ഷപ്പെടുത്താൻ വന്നില്ല എന്ന് നീ പരാതിപ്പെടുന്നുവെങ്കിൽ അതിനപ്പുറമുള്ള 1000 ദൂതന്മാരെയും ആ ദൂതന്മാരുടെ വലിയ നാഥനായ സർവശക്തനായ തമ്പുരാനെയും നേരിട്ട് കാണുവാനിടയാകണം. പ്രാർത്ഥിക്കുന്ന, നിലവിളിക്കുന്ന കണ്ണുമായി കാണുവാനിടയാകണം. അതെ, ദൂതൻ ഇറങ്ങി വന്ന് വെള്ളം കലക്കും. ആ കലക്കുമ്പോൾ ഇറങ്ങുന്നവന് സൗഖ്യം കിട്ടുമെന്ന. അതെ, ജീവിതത്തിൽ ചില കലക്കങ്ങളും ചില പിഴിച്ചിലുകളും ചില തിരുത്തലുകളും ഒക്കെ ഉണ്ടാകും. ഈ പിഴിച്ചിലുകളും തിരുത്തലുകളും കലഹങ്ങളും ശബ്ദ കോലാഹലങ്ങളും ഒക്കെ കാണുമ്പോൾ പലപ്പോഴും നമ്മൾ ഓടി ഒളിക്കുകയാണ്. എങ്ങോട്ടോ പോകുകയാ. അയ്യോ, അവിടേക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, ഞാനിപ്പം അങ്ങോട്ട് പോയി കൂടാ, ഞാൻ മറഞ്ഞിരിക്കണം. എന്നാൽ ഇത്തരത്തിലുള്ള ചില കലക്കങ്ങളും കോലാഹലങ്ങളും പടഹധ്വനികളുമൊക്കെ ഉയരുമ്പോൾ പേടിച്ച് ഭയന്ന് മാറിയിരിക്കുന്നവൻ, വേഗത്തിൽ അതിനെ സമീപിക്കാൻ സാധിക്കാത്തവൻ സൗഖ്യം പ്രാപിക്കുകയില്ല. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില കലക്കങ്ങളിലും ചില കലഹങ്ങളിലുമൊക്കെ എൻ്റെയും നിങ്ങളുടെയും രക്ഷയ്ക്കുള്ള ചില പദ്ധതികൾ ദൈവം തമ്പുരാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ വരുന്ന ചില ഉയർച്ച താഴ്ചകളൊക്കെ കാണുമ്പോൾ അയ്യോ, അവൻ്റെ ജീവിതം കലങ്ങിപ്പോയി, അവൻ നിസ്സഹായനായിപ്പോയി, അവനിനിയും ഒന്നുമില്ല, അവൻ ആരുമില്ല എന്നൊക്കെ സമൂഹം പലപ്പോഴും പറഞ്ഞെന്നിരിക്കും. പക്ഷേ ആ കലക്കം സൗഖ്യത്തിനുള്ള ഒരു അടയാളമാണ്. ചില കലക്കങ്ങൾ സൗഖ്യത്തിനുള്ള അടയാളങ്ങളാണ്. നമ്മൾ പ്രാർത്ഥനയോടുകൂടി ദൈവസന്നിധിയിൽ ആത്മാർത്ഥമായിട്ടത് ചിന്തിക്കണം. എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതത്തിൽ ചിലപ്പോൾ ലക്ഷ്യമില്ലാതെ ഞാൻ അലയുന്ന ചില വഴിത്താരകൾ, പരാജയങ്ങൾ, നഷ്ടങ്ങൾ, വീഴ്ചകൾ, രോഗങ്ങൾ, ഇത്തരത്തിലുള്ള ദൈവം തമ്പുരാൻ തരുന്ന ചില കലക്കങ്ങൾ, ദൂതന്മാരെ വിട്ട് കലക്കുന്ന കലക്കങ്ങൾ, ശാന്തമായി കിടക്കുന്ന എൻ്റെ ജീവിതമാകുന്ന ജലസംഭരണിയിലെ ഇളകിമറിയുന്ന ജലസ്രോതസ്, ഇതൊക്കെ കാണുമ്പം ഭയപ്പെടേണ്ട. അതേ, സൗഖ്യത്തിനുള്ള അടയാളമാണ്. ദൈവം ഇങ്ങനെയുള്ള അടയാളങ്ങളാണ് തരുന്നത്. ചിലപ്പോൾ ദൈവം നമുക്ക് തരുന്ന ചില അടയാളങ്ങൾ, രക്ഷയ്ക്കുള്ള അടയാളങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ നേരെയുള്ള അടയാളങ്ങളല്ല. ചിലപ്പോൾ പൂർണ്ണമായ സമാധാനത്തിൻ്റെ അടയാളങ്ങളല്ല. കലങ്ങുമ്പോൾ ഉണ്ടാകുന്ന സൗഖ്യത്തിൻ്റെ ദർശനം നമ്മൾ കാണണം. ആ കലക്കത്തിൽ തെളിയുമ്പോൾ ലഭ്യമാകുന്ന ചില അനുഭവങ്ങൾ, ഉയരുന്ന കോലാഹലങ്ങൾ, അതുപോലും ദൈവത്തിൻ്റെ വിളിയാണെന്ന് മനസ്സിലാക്കണം. അതേ പ്രിയമുള്ളവരെ, ഈ ലോകം നിന്റെ മുഖത്ത് നോക്കി നിന്നെ എത്രമാത്രം നിന്ദിച്ചാലും എത്രമാത്രം ദുഷിച്ചാലും ആ ദുഷിപ്പുകളുടെയും നിന്ദയുടെയും കലക്കത്തിൻ്റെയും അപ്പുറത്ത് നല്ലൊരു സൗഖ്യമാകുന്ന വെളിച്ചമുണ്ട്. ദൈവം തൻ്റെ ദൂതനെ അയച്ചിരിക്കുകയാണ്. അനർത്ഥ ദൂതന്മാരുടെ മഹാഗണമാണെങ്കിലും വെളിച്ച ദൂതന്മാരുടെ വലിയ സാന്നിധ്യവും രക്ഷയുടെ സാന്നിധ്യവും അവിടെയുണ്ട്. കലങ്ങിയപ്പോൾ കലക്കമാണെന്ന് വിചാരിച്ച് അതിവേഗത്തിൽ ഇറങ്ങുവാനുള്ള ഭൗതിക സാഹചര്യം ഇവിടുത്തെ തളർവാദിക്ക് ലഭ്യമായില്ല. പക്ഷേ ദൈവം അതിനപ്പുറമായ വേറൊരു തലം കൊടുക്കുകയാണ്. വീണ്ടും നമ്മൾ ഈ വേദചിന്തയിലേക്ക് കടന്നു പോകുകയാണെങ്കിൽ, കുളക്കരയിൽ വന്നിട്ട് ഇറങ്ങാൻ തക്കവണ്ണം സാധിക്കാതിരുന്ന തളർവാദിയെ തമ്പുരാൻ സൗഖ്യമാക്കുകയാണ്. എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ ഇങ്ങനെ നമ്മൾ രക്ഷയ്ക്കായി കാംക്ഷിക്കുന്ന ചില കുളക്കരകളൊക്കെ ഉണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ ആശ്രയം വെച്ചിട്ടുള്ള ഭേദസ്ഥാകൾ ഒരുപാടുണ്ട്. നമ്മളുടെ ജോലിയും പദവിയും മാതാപിതാക്കളും സഹോദരങ്ങളും സ്നേഹിതരുമൊക്കെ ഓരോ ഭേദസ്ഥ കുളക്കരകളാണ്. പക്ഷേ നമ്മൾ ഈ ആശ്രയം വയ്ക്കുന്ന കുളക്കരകൾ നമ്മളെക്കാൾ പ്രയോറിറ്റി ഉള്ള ഒരുപാട് പേര് ചാടി ഇറങ്ങുന്നുണ്ട്. നമ്മളെക്കാൾ മിടുക്കന്മാർ ഒത്തിരിയുണ്ട്. മിടുക്കന്മാരുടെ ഒരു ലോകമാണ്. അവരൊക്കെ കാര്യങ്ങൾ സാധിക്കുന്നുണ്ട്. പലവിധമായ സ്വാധീനങ്ങളിലൂടെ, ഭൗതിക സ്വാധീനങ്ങളിലൂടെ കാര്യങ്ങൾ സാധിച്ചുകൊണ്ട് പോകുന്നുണ്ട്. പദവികൾ നേടിയെടുക്കുന്നുണ്ട്, അധികാരങ്ങൾ നേടുന്നുണ്ട്, സൗഖ്യം നേടുന്നുണ്ട്, പണം നേടുന്നുണ്ട്, സുഖകരമായ സാഹചര്യങ്ങളിലേക്ക് അവരെത്തുന്നുണ്ട്, ട്രാൻസ്ഫറുകൾ നേടുന്നുണ്ട്, ഇതൊക്കെ നേടുന്നുണ്ട്. നമ്മൾ നോക്കിക്കിടക്കുക, എനിക്കും അവിടെ നിന്നൊരു സൗഖ്യം കിട്ടും. എൻ്റെ സഹോദരന് സന്തോഷം കിട്ടിയ ഒരു ഉറവിടം, ഒരു കുളക്കര, ഒരു സാഹചര്യം, എനിക്കും അവിടെ നിന്ന് സൗഖ്യം കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ട.
ദൈവം നിനക്കായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്നത് ഈ കുളക്കരയല്ല. ഇവിടെ ഈ തളർവാദിയെ ഒന്നെടുത്തിറക്കാൻ ആരും തയ്യാറാകാതിരുന്നത് മൂലം ദൂതൻ പോലും തയ്യാറായില്ല എന്ന് ഞാൻ പറഞ്ഞുവല്ലോ. ആ ദൂതൻ്റെ പോലും ഉടയവനിതാ കടന്നു വരുന്നു. അവൻ വെള്ളത്തിൽ പോലും ഇറങ്ങണ്ട. അവനോട് കർത്താവ് പറയുകയാണ്, അവൻ കർത്താവാണെന്ന് പോലും അറിയുന്നില്ല. അവൻ ആരാ സൗഖ്യം കൊടുത്തതെന്ന് പോലും അറിയുന്നില്ല. കർത്താവ് അവൻ്റെ അടുത്തേക്ക് ചെന്നു. അതെ, ദൂതൻ കലക്കിയ വെള്ളത്തിൽ ഇറങ്ങുന്നതിനേക്കാളും എളുപ്പമായി കർത്താവ് നേരിട്ട് അവൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. നമ്മളുടെയൊക്കെ ചില സാഹചര്യങ്ങളിൽ ഇങ്ങനെ കേട്ടോ, നമ്മളൊക്കെ ചിന്തിക്കും, ദൈവമേ, എന്നേക്കാൾ മോശമായി ജീവിച്ചവർ, മണ്ടന്മാർ, പ്രാർത്ഥിക്കാത്തവരൊക്കെ കാര്യങ്ങൾ സാധിക്കുന്നു, നല്ല നല്ല പദവികളിലെത്തുന്നു, നല്ല ലക്ഷ്യങ്ങളിലെത്തുന്നു, എനിക്കിതൊന്നും സാധിക്കുന്നില്ലല്ലോ. അതെ, നീ അർഹനാണെങ്കിൽ സഹോദര, നീ ഇറങ്ങേണ്ട കാര്യമില്ല. നിന്റെ അടുത്തേക്ക് കടന്നു വരേണ്ടവൻ സൗഖ്യമായി എത്തും. കൂടെ പഠിച്ചവരൊക്കെ ഉന്നത പദവിയിലെത്തിയോ, കൂട്ടുകാരൊക്കെ നല്ല അധികാരത്തിലും ലോകത്തിൻ്റെ തിളങ്ങി നിൽക്കുന്ന മേഖലയിലും എത്തിയോ, ഞാൻ മാത്രം എന്താ ഇങ്ങനായി പോയത്? നീ പരിതപിക്കേണ്ട സഹോദര. നിന്റെ മക്കൾ നീ പ്രതീക്ഷിച്ച മേഖലയിൽ എത്തിയില്ലെങ്കിലും ആ ഉന്നതന്മാരെത്തിയ മേഖലയേക്കാൾ എളുപ്പമായി നിന്റെ ദൈവം നിന്റെ അടുത്തെത്തും. ഏറ്റവും ചൂടായ അപ്പവുമായി, സ്നേഹത്തിൻ്റെ ചൂടുള്ള അപ്പവുമായി അവൻ നിന്നെ തേടിയെത്തും. നിനക്കിറങ്ങിപ്പോകാൻ പറ്റത്തില്ലെന്ന് തമ്പുരാൻ അറിയാം. അതുകൊണ്ട് നിന്റെ വഴിത്താരയിലേക്ക് അവൻ കടന്നു വരും. മറ്റുള്ളവരൊക്കെ സൗഖ്യം പ്രാപിച്ചു പോകുമ്പോൾ നീ സൗഖ്യം പ്രാപിച്ചവനായി പോകുന്നത് വെറുതെയല്ല, നീ കിടക്കയുമായിട്ടാണ് പോകുന്നത്. ആ കുളക്കരയിൽ നീ കിടക്കയുമായിട്ടാണല്ലോ കിടന്നിരുന്നത്. ഇപ്പോൾ ഇതാ എൻ്റെ കർത്താവ് പറയുകയാണ്, നീ കിടക്കയുമായിട്ട് തന്നെ എണീറ്റ് പോകും. അതെ, അവൻ കിടക്കയുമായിട്ട് പോയി. അവനോട് കർത്താവ് പറയുകയാണ്. പിന്നീട് യഹൂദന്മാർ ചോദ്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അവന് പോലും അറിയുന്നില്ല ആരാ സൗഖ്യം കൊടുത്തതെന്ന്. പിറവിക്കുരുടനെ സൗഖ്യമാക്കിയപ്പോൾ അവൻ അറിയാതിരുന്നത് പോലെ ഇവനും അറിയുന്നില്ല. നമ്മുടെ ജീവിതത്തിലും ഇത് തന്നെ നമ്മൾ ചിന്തിച്ചോണം. എൻ്റെ സ്നേഹവാനായ ദൈവമേ, നിന്നിൽ നിന്ന് പ്രത്യാശ ഉൾക്കൊണ്ടുകൊണ്ട് മുൻപോട്ട് പോകുവാൻ എനിക്ക് സാധിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സാഹചര്യങ്ങളിൽ നിങ്ങൾ ഇതൊക്കെ ചിന്തിക്കുന്നുണ്ട്. നിൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ വർഷങ്ങളും സമയങ്ങളും കാലങ്ങളും ദൈവം പലിശയും കൂട്ടുപലിശയുമായിട്ട് നിൻ്റെ അടുത്തേക്ക് കടന്നു വരും. നിനക്ക് കുവൈറ്റിലോ ജർമ്മനിയിലോ ജപ്പാനിലോ പോകാൻ പറ്റിയില്ലെങ്കിലും അവിടെ പോകുന്നതിനേക്കാൾ പ്രയോജനമേറിയ വഴിത്താരയുമായി നിൻ്റെ അടുക്കിലേക്ക് തന്നെ അവൻ വരും. അവൻ കണ്ടിട്ടുണ്ട് നിന്നെ എവിടെ കൂടെ രക്ഷപ്പെടുത്തണം, ഏത് ഉറവയിലൂടെ രക്ഷപ്പെടുത്തണം, ഏത് സാഹചര്യത്തിലൂടെ രക്ഷപ്പെടുത്തണം. ആ രക്ഷപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി പ്രത്യാശാനിർഭരമായി മുൻപോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ആ കുളക്കരയിൽ നിന്നും ആ രോഗി എഴുന്നേറ്റ് പോയ സന്തോഷത്തോടെ നമുക്കും നമ്മളെ കീഴ്പ്പെടുത്തുന്ന എല്ലാവിധമായ ആസക്തികളിൽ നിന്നും ബലഹീനതകളിൽ നിന്നും വിജയം പ്രാപിച്ച് കർത്താവിൻ്റെ ക്രൂശാകുന്ന ജീവിത സാക്ഷ്യമാകുന്ന അനുഭവത്തോടെ എഴുന്നേറ്റ് അവനെ സാക്ഷിക്കാം. കൂടുതൽ പാപങ്ങളിൽ വീഴാതെ രക്ഷയുടെ സന്ദേശത്തിലേക്ക് കടന്നു ചെല്ലാം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ എൻ്റെ എളിയ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം തൻ്റെ വലങ്കരം നീട്ടി നിങ്ങളെയൊക്കെ അനുഗ്രഹിക്കട്ടെ.